അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നതിന് മുമ്പ് ഫസ്തഈദ് ബില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അള്ളാഹുവിൽ നിങ്ങൾ ശരണം തേടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മൾ പറയാ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത്. ഇവിടെ അഊദു ബില്ലാഹ് എന്ന് പറയുമ്പോൾ അഊദു എന്ന വാക്കിന്റെ റൂട്ട് ലെറ്റർ ഐൻ, വാവ് ആൻഡ് ദാൽ ആണ്. ഐൻ, വാവ്, ദാൽ. അതേ റൂട്ട് ലെറ്ററിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു വാക്കാണ് മആദല്ലാഹ് എന്നുള്ളത്. ഈ ഒരു മആദല്ലാഹ് എന്നുള്ള പ്രയോഗം വിശുദ്ധ ഖുർആനിൽ 12-ാമത്തെ അധ്യായം, അതായത് സൂറ യൂസുഫിലെ 23-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അസീസിന്റെ ഭാര്യ വശീകരിക്കാൻ വരുമ്പോൾ അവർ ഹൈ തലക് എന്നിലേക്ക് വാ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂസുഫ് അലൈഹി ഇസ്ലാം പറയുന്നുണ്ട് എന്ത്? قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون എന്ന് പറയുന്നുണ്ട്. അതായത് യൂസുഫ് അലൈഹി സ്വലാം പറയാണ്, അള്ളാഹിൽ ശരണം, നിശ്ചയമായും അവനാണ് എൻ്റെ രക്ഷിതാവ്, അവൻ എൻ്റെ താമസം ക്ഷേമകരമാക്കിയിരിക്കുന്നു, തീർച്ചയായും അക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയില്ല എന്ന് യൂസുഫ് അലൈഹി സ്വലാം പറയുന്നുണ്ട്. ഇവിടെ മആദല്ലാഹ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും അഊദു ബില്ലാഹ് എന്ന് ഉപയോഗിക്കാത്തത്? അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിൽ ശരണം തേടുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ ശരണം തേടുന്നു എന്നുള്ള വാക്കാണ്. അതായത് അവിടെ ഒരു ക്രിയ എന്നുള്ള രീതിയിലാണ് അഊദു എന്നുള്ള വാക്ക് വരുന്നത്, അല്ലെ? മആദല്ലാഹ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ക്രിയ അല്ല, ഇവിടെ ഒരു ഇസ്മ അല്ലെങ്കിൽ ഒരു നാമം എന്നുള്ള രീതിയിലാണ്. അതായത് പെട്ടെന്ന് മആദല്ലാഹ് നമ്മൾ പറയില്ല. അതായത് നമുക്ക് നമ്മൾ സീക്ക് ചെയ്യുന്നു വേണ്ട, നമ്മൾ പെട്ടെന്ന് പഠിച്ചവനെ കാക്കണേ എന്ന് പറയുന്ന അതുപോലെയാണ് മആദല്ലാഹ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അഊദു എന്നുള്ള വാക്കിന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് മീനിങ് നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് ദാറ്റ് റാപ്പ് അറൗണ്ട് ദ ബാർക്ക് ഓഫ് എ ട്രീ. അതായത് ഒരു ട്രീൻ്റെ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ബാർക്കിൽ എന്താണ് പ്ലാന്റ്സ് ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാകും. അതായത് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടാകും. അതാണ് ഒരർത്ഥം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു സംശയം ഉണ്ടാകും, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു എല്ല് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ഈ എല്ലിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു ഇറച്ചി, അല്ലേ, നമുക്കത് മാറ്റിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതായത് അത്രയും ആ ഒരു എല്ലിനോട് ഒട്ടി നിൽക്കുന്ന ആ ഒരു ഇറച്ചിയുണ്ട്. അപ്പം അതിനും നമ്മൾ ഈ ഒരു അഊദു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് അഊദു എന്നല്ല, ഈ ഒരു ഐൻ വാവ് ദാൽ എന്നുള്ള വാക്കിൽ നിന്നും അതിന് ഒരു മീനിങ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മആദല്ലാഹ് എന്ന് ഉപയോഗിക്കുമ്പോൾ മആദ് എന്ന് പറയുമ്പോൾ ശരണം അല്ലെങ്കിൽ അഭയസ്ഥാനം എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ മആദല്ലാഹ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിൽ ഇങ്ങോട്ടും, അതായത് എങ്ങനെയാണോ ആ ഒരു എന്താ പറയുക ചെടികളും ആ ഒരു മരത്തിൻ്റെ ആ ഒരു കൊമ്പും എങ്ങനെയാണോ ഒട്ടി നിൽക്കുന്നത്, അതല്ലെങ്കിൽ ഈ ഒരു ഇറച്ചി കഷ്ണം എല്ലാം എങ്ങനെയാണ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്, അതുപോലെ ഞാൻ സ്ട്രോങ് ആയിട്ട് അള്ളാഹുവിനോട് ക്ലിങ് ചെയ്യാണ്. അതായത് പറ്റി പിടിക്കുകയാണ്. അതിൽ നിന്ന് വിട്ട് നിൽക്കാണ്ട് ഒന്നിലേക്കും ഞാൻ അറ്റാച്ച് ആവാണ്ട് എൻ്റെ റബ്ബിലേക്ക് ഞാൻ അറ്റാച്ച്ഡ് ആവുകയാണ് എന്നുള്ളൊരർത്ഥമാണ് മആദല്ലാഹ് എന്ന് പറയുന്നത്. ഇവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമിന് ആലോചിച്ചാൽ മതി. അതായത് ചുറ്റുപാടും, അതായത് യൂസുഫ് അലൈഹി ഇസ്ലാം ഫുള്ളും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഈ ഒരു ഭൂമിയിലുള്ള ഒന്നിലേക്കും തന്നെ അറ്റാച്ച്ഡ് ആകാണ്ട് നേരെ പറയുന്നത് എന്താണ്? ഖാല മആദല്ലാഹ്, എൻ്റെ റബ്ബ് ശരണം, അതായത് അള്ളാഹു ശരണം, എനിക്ക് പുറത്ത് തന്നെ റബ്ബെ നിന്നിൽ ശരണം എന്നുള്ളൊരു അർത്ഥം വരുന്നതാണ് മആദല്ലാഹ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാക്ക് നമ്മളുടെ ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ്. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങളും ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്ന് വരുന്നില്ല. അതായത് യൂസുഫ് അലൈഹി ഇസ്ലാമിന് ഉണ്ടായിട്ടുള്ള സാഹചര്യമൊന്നും ചിലപ്പോൾ നമുക്ക് വന്നു എന്ന് വരില്ല. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, അല്ലെ, നമുക്കറിയാം ഒരുപാട് ഒരുപാട് തെറ്റിലേക്ക് എത്തിക്കുന്ന വലിയൊരു എന്താണ് ഘടകം തന്നെയാണ് നമ്മളുടെ മൊബൈൽ ഫോൺ. അപ്പോൾ നമ്മൾ മൊബൈൽ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പലതും നമ്മളുടെ കണ്ണിലൂടെ ചിലപ്പോൾ നമ്മൾ കാണാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടു പോയിട്ടുണ്ടാകാം, അല്ലെ കണ്ടു പോയി എന്ന് വരാം. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ പറയേണ്ട വാക്ക് എന്താണ്? മആദല്ലാഹ്, അള്ളാഹു ശരണം, അള്ളാഹുവെ ഞാൻ ഇത് കാണാൻ ഉദ്ദേശിച്ചിട്ടില്ല, നീ എനിക്ക് പ്രൊട്ടക്ഷൻ തരണേ എന്നുള്ള രീതിയിലാണ് നമ്മൾ മആദല്ലാഹ്, അള്ളാഹ് എനിക്ക് പുറത്തരണേ, നിന്നിലാണ് ഞാൻ എൻ്റെ ശരണം എടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് മആദല്ലാഹ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട്
നമ്മളെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട, അതായത് തെറ്റിലേക്ക് ചാഞ്ചാടുന്ന മനസ്സാണ് നമ്മളെല്ലാവരുടേതും. ആർക്കും തന്നെ ഞാൻ 100% പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ 100% എനിക്ക് തെറ്റൊന്നും ചെയ്യാത്ത ആളാണ് എന്നൊക്കെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ. നമ്മളപ്പോൾ നമ്മളുടെ ലൈഫിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു ചാഞ്ചാട്ടം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു വാക്കാണ് മആദല്ലാ, അല്ലെങ്കിൽ അഊദു ബില്ലാ, അള്ളാഹുവേ നിന്നിലാണ് ശരണം, എനിക്ക് വേറെ ആരുമില്ല പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നീ മാത്രമാണ് എനിക്ക് ഏറ്റവും കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ തരുന്നവൻ എന്നുള്ള ഒരു അർത്ഥത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു മആദല്ലാ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ആ ഒരു സമയത്തുള്ള ടെംപ്റ്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്തിലേക്കാണ് വഴുതി പോകുന്നത് അതിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും ഇഖ്ലാസോട് കൂടി തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.